പക്ഷേ BJPയെ എന്നും അകറ്റി നിർത്തിയിട്ടുള്ള ഒരാളാണ് NSSൻ്റെ നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായർ. ഒരിക്കൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ അവിടെ വന്നപ്പോൾ BJPയിൽ അദ്ദേഹം ചേർന്നു എന്നതിൻ്റെ പേരിൽ അവിടെ NSS ആസ്ഥാനത്ത് സമുദായാചാര്യൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളത് അവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങാണ്. ആർക്ക് വേണമെങ്കിലും മനുഷ്യന് വേണമെങ്കിലും പോയി ചെയ്യാം. അവിടെ ഈ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ അവിടെ NSSൻ്റെ ഒരു യോഗം നടക്കുകയായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം അല്പനേരം ഇരുന്നു. യോഗത്തിൽ അത് പൊതുജനങ്ങൾ അല്ലാതെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പൊതുയോഗം. ആ മീറ്റിങ്ങിൽ നിന്ന് ബലമായിട്ട് അദ്ദേഹത്തെ പിടിച്ചു മാറ്റി ഇറക്കി വിട്ടു. ഒരു വലിയ അധിക്ഷേപമാണ്, ഇത്രയും വലിയൊരു മഹാനടനോട് കാണിക്കുന്ന ഒരു അധിക്ഷേപം. അതുകൊണ്ടാണ് അത് വലിയ വാർത്തയായത്. അങ്ങനെ ചെയ്ത ഒരാളാണ് സുകുമാരൻ നായർ. BJP ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. BJPക്ക് എതിരായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ശബരിമല കൊള്ളക്കേസ്, കവർച്ച കേസിൽ പോലും BJP അത് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതുപോരാ, CBI അന്വേഷണം വേണമെന്ന് BJP പറയുന്നതിൻ്റെ കാര്യം അത് രാഷ്ട്രീയം കലർത്തുകയാണ്, അവരുടെ രാഷ്ട്രീയ ലാഭത്തിനെന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ CV ആനന്ദബോസ് പറയുന്ന ഒരു കാര്യം, NSS ജനറൽ സെക്രട്ടറി അത് നിഷേധിക്കുന്നുമുണ്ട്. ആ സ്ഥാനത്ത് താന് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ സുരേഷ് ഗോപിയെ പോലെ വന്ന സമയത്ത് തന്നെ ബലമായി പിടിച്ചു മാറ്റി, അനുവദിച്ചില്ല. അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞത് അത് അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് മറുപടി. അങ്ങനെ BJPയുമായിട്ട് ഒരിക്കലും നല്ല ബന്ധമില്ലാത്ത ആള് ഈ ആസ്ഥാനത്ത് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ വിജയത്തെപ്പറ്റി. കാരണം കൂടുതലും വോട്ട് ചെയ്തിരിക്കുന്ന അവിടെ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് NSSൻ്റെ കരയോഗങ്ങളാണ്. അപ്പോൾ അത് ചോദിച്ചപ്പം അദ്ദേഹം ആദ്യമായിട്ട് സമ്മതിച്ചു തിരുവനന്തപുരത്തെ BJPയുടെ വിജയം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണെന്ന്. അപ്പോൾ VD സതീശനെ ഇങ്ങനെ ശക്തമായിട്ട് എതിർക്കുകയും കോൺഗ്രസ് അദ്ദേഹത്തിന് വളം വെച്ച് കൊടുക്കുകയാണെന്നും പറഞ്ഞ സ്ഥിതിക്ക് ഇത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വന്ന, സമദൂരത്തിൽ വന്ന ഒരു മാറ്റം ആയിട്ട് വായിച്ചെടുക്കാമോ? ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ NSSനെ കുറിച്ചും SNDPയെ കുറിച്ചും അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അദ്ദേഹം മനസ്സിലാക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, മാന്യത എന്ന് പറയുന്നത് ജീവിതത്തിലും ഏത് മേഖലയിൽ, രാഷ്ട്രീയത്തിലും കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന സാധനം. ബഹുമാനം അതുപോലെ തന്നെയാണ്. നമ്മൾ കൊടുത്താൽ അന്തസ്സ് ഉള്ള ഒരാളത് കൊടുക്കുന്നു, തിരിച്ചു കിട്ടുന്നു. ഈ രണ്ട് സമുദായ നേതാക്കന്മാരാണല്ലോ ഏറ്റവും കുറഞ്ഞ പക്ഷം. അപ്പം അവരെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധിപൻ ആകാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണല്ലോ VD സതീശനെ കാണുന്നത്. അപ്പം അദ്ദേഹം അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത വാക്കുകളായിരിക്കണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു അക്കാര്യത്തിൽ. ഇപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർക്കും അവരവരുടേതായ ഒരു ഈഗോ ഉണ്ട്. അവരിരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. രാഷ്ട്രീയക്കാരൻ ഈഗോ പാടില്ല, പക്ഷെ സമുദായ നേതാക്കന്മാർക്ക് പാടുണ്ട്. അത് നമ്മൾ കേരളത്തിൽ ഇത് ആകാം, അത് നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സമുദായ നേതാക്കന്മാരെ അങ്ങോട്ട് ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഒരു പതിവാണ്. സമുദായ നേതാക്കന്മാരാരും ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് പോകാറുമില്ല. അപ്പോൾ ഈ ഒരു പ്രവണതയിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ വൺ സൈഡ് രാഷ്ട്രീയം, അതായത് NSSന് വലിയ ഡിമാൻഡൊന്നുമില്ല. ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല, അതാണല്ലോ അദ്ദേഹം അന്നും ഇന്നും പൊക്കി പറയുന്ന ഒരു വ്യക്തി, ഏറ്റവും യോഗ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയെ കളത്തിൽ നിർത്തണമെങ്കിൽ VD സതീശനെ വെട്ടിയാലേ പറ്റൂ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ആവോളം വാത്സല്യം കിട്ടുന്ന രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. NSSന്റെ എന്ത് ആവശ്യത്തിനും ശ്രീ രമേശ് ചെന്നിത്തല മുന്നിൽ നിന്ന് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ രമേശ് ചെന്നിത്തലക്ക് ബദലായി വളർന്നു വന്നൊരു നേതാവാണ്. സതീശൻ വന്നതിന് ശേഷം രമേശ് ചെന്നിത്തലക്ക് പഴയ പ്രഭാവം കിട്ടിയില്ല. ആകെ നമ്മൾ കണ്ടത് ശബരിമല കേസിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ. അപ്പോൾ NSSന് രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്നാമത്തെ താല്പര്യം എന്ന് പറയുന്നത് ഈ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനം, അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, അവിടെ എത്തിക്കുക. അത് ഏത് സ്ഥാനമാണെന്നുള്ളത് അവർ തീരുമാനിക്കുമല്ലോ, അവിടെ എത്തിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് NSSന് കോൺഗ്രസിൽ പണ്ടുണ്ടായിരുന്ന ആ പ്രൗഢമായൊരു ഗാംഭീര്യം ഇന്നില്ല. അത് നേരെ മലപ്പുറത്തേക്ക് പോയി. അത് അവർക്ക് തിരിച്ചു പിടിക്കണം. കലഹിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കുക, ഇതൊന്നും ഇവർക്ക് അത്ര ശീലമുള്ള കാര്യമല്ല. നയമെന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അവർ ബുദ്ധിപരമായ
ഒരു നമ്മൾ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നയവും ഇല്ലാത്തവന് പറയാവുന്ന ഒരു നയമാണ് സമദൂരമെന്നും പിന്നെ എന്താ ശരിദൂരമെന്നും ഒക്കെ പറയുന്നത്. അതായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. അത് പലപ്പോഴും നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ തന്നെ ബഹുമാന്യനായ അദ്ദേഹം നയം എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ല, അനുനയം, ഒരു ഡിപ്ലോമസി അതില്ല. അതില്ലാത്ത കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ പറയണം, രാഷ്ട്രീയത്തിൽ ഇവിടെ എല്ലാവരും കലഹിച്ച് വാങ്ങിക്കുന്നത്, മത്സരിച്ച് വാങ്ങിക്കുകയാണ്. ക്രിസ്ത്യൻ സഭ പ്രസ്താവന ഇറക്കാറില്ലേ? അവരുടെ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണത്. മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വരാറില്ലേ? അവരുടെ ആൾക്കാർക്ക് വേണ്ടിയാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. ഇതേ ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന് ഇല്ലാതെ ഇദ്ദേഹം ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം കേട്ടോ, പരിഗണിക്കണം എന്ന നിലപാടാണ്. നമുക്കപ്പോൾ ഇതിലേക്ക് വന്ന് ആദ്യമായിട്ട് ബി ജെ പിയെ തള്ളി പറയാതെ അദ്ദേഹം കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിലൊരു വലിയ പോയിന്റ് കിടപ്പുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം ഉടനെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശനോ NSSനോ അപ്പൊ അവരുടെ മടി, വെള്ളാപ്പള്ളി നടേശന്റെയോ NSS ജനറൽ സെക്രട്ടറിയുടെയോ മടിയിൽ ഖനമുണ്ടെങ്കിലാണല്ലോ വഴിയിൽ പേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മടിയിൽ ഖനമുണ്ടെങ്കിൽ പേടിക്കേണ്ട അവസ്ഥയില്ല. കാരണം ഒരു ഇലക്ഷൻ മുമ്പ് ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര നടപടി CPM-ൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഉണ്ടാകില്ല, അത് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് എന്താണ്? അടുത്ത ഇലക്ഷനിൽ കറുത്ത കുതിരകളാകാൻ, നിർണായക ശക്തിയാകാൻ BJPക്ക് കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ശക്തമായ അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ട്, ഒരു ഒഴുക്കുണ്ട് അതിലേക്ക്. പ്രമുഖരായ പല വ്യക്തികൾ ഇത് NSS മോണിറ്റർ ചെയ്യുന്നുണ്ട്, SNDP മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരത്തെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന പ്രസ്താവനയ്ക്ക് അപ്പുറം ഇവർ തമ്മിലുള്ള രഹസ്യ ചർച്ചകൾ പലതും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എപ്പോൾ ഇറങ്ങണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP തിരുവനന്തപുരം പിടിച്ചടക്കിയതോടുകൂടി തന്നെ BJPയുടെ വിജയ സാധ്യതയ്ക്ക് അത് വലിയ ഉത്തേജനമാകും. കേരളത്തിൽ ജയിക്കുന്ന പാർട്ടിയാണ്, ജയിപ്പിക്കാവുന്ന പാർട്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും NSSൽ തന്നെയുള്ള ഗണ്യമായ പല വിഭാഗങ്ങളും BJPയുടെ ഒപ്പമാണെന്നും SNDPയുടെ നിലപാട് ഇപ്പോൾ BDJSന് അനുകൂലം, അങ്ങനെ പറയുമ്പോഴാണ് അത് കൂടുതൽ പൂർണ്ണമാകുന്നത്. BDJSും SNDPയും രണ്ട് വഴിയിലായിരുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇടത് നയത്തിലേക്കും ഇദ്ദേഹം BJP നയത്തിലേക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ BJPയുടെ വിജയം ജനങ്ങൾ BJPയിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഫലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം നമ്മളത് ജുക്സ്റ്റാപ്പോസ് ചെയ്യേണ്ടത്, കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒന്നും മോശമായിട്ട് പറയാത്ത ആളാണ്. കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും നല്ലത്, കോൺഗ്രസിൻ്റെക്കാരനാണ് അദ്ദേഹം. ബേസിക്കലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സതീശനെ കോൺഗ്രസ്സുകാർ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു കുറ്റപ്പെടുത്തൽ തന്നെയാണ്, അല്ലേ? കുറ്റപ്പെടുത്തൽ. കോൺഗ്രസിനെ ഇവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു സതീശൻ്റെ പേരിലാണെങ്കിലും. അതേസമയം BJPയെ ജനകീയ പിന്തുണ കിട്ടിയ പാർട്ടി എന്ന് അംഗീകരിച്ചിരിക്കുന്നു. ഇതൊരു മാറ്റമല്ലേ? ആ മാറ്റത്തിന്റെ പിന്നിൽ BJPയേക്കാൾ കൂടുതൽ അംഗീകാരം കിട്ടിയത് കോൺഗ്രസിനാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും, പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയമാണ്, അദ്ദേഹത്തിന്റെ അടവാണ്. കാരണം ഞങ്ങൾ BJPയോടൊപ്പം പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിഹരിക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. കൊടിക്കൽ സുരേഷ് എത്തിയല്ലോ, വൈകുന്നേരം തന്നെ എത്തി. മനസ്സിലായി. ഇതേപോലെ പല ആൾക്കാരും അവിടെ എത്തും. രാഷ്ട്രീയ വിലപേശൽ നടത്തിയാലേ NSSന്റെ ആ സ്ഥാനത്തിരുന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇനി കാര്യമുള്ളൂ. അല്ലെങ്കിൽ കാലം മാറുകയാണ്. പല യൂണിയനുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ചികണ്ടി സമാനമായ നയത്തിൽ നമ്മൾ പോകരുതെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. ഒപ്പം പല കോണുകളിൽ നിന്ന് നിരന്തരം ചോദിക്കുന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് ഒരു ഈർഷ്യ ഉണ്ടാക്കി കാണാം. അതായത് പെരുന്നയിലെ പോപ്പ് വല്ലതും പറഞ്ഞോ? ഹിന്ദുവിന്റെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ മിക്കവാറും പോസ്റ്റുകൾ നമ്മൾ കാണുന്നത് പെരുന്നയിലെ പോപ്പ് വല്ലതും പറഞ്ഞു വന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ചോദിച്ചു വാങ്ങിയ. ഇനി സിമ്പിളായ ഒരു കാര്യം, കേരളത്തിലെ NSSന് ഉള്ള കോളേജുകളും സ്കൂളുകളും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ NSSന് 30-ൽ പരം കോളേജുകളാണുള്ളത്. അതെല്ലാം ഡിഗ്രി കൊടുക്കുന്ന കോളേജുകൾ, വെറും പ്രൊഫഷണൽ കോളേജുകൾ വളരെ കുറവാണ്, 1-2 ഉള്ളൂ ആണ് അതിൽ ടോട്ടലാണ്. പിന്നെ സ്കൂളുകൾ ഒരു 160 ഉണ്ട്. ക്രിസ്ത്യാനി 160 കോളേജും 30-ന്റെ സ്ഥാനത്ത് 160 കോളേജും 1500 സ്കൂളുകളുമുണ്ട്. ഈ വ്യത്യാസം എങ്ങനെ ആ സഭ ഉണ്ടാക്കി? മുസ്ലിം ലീഗ് ഇതിലേക്ക് വന്ന അവരുടെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ MES കൂടെ ചേർത്ത് കഴിയുമ്പോൾ മുസ്ലിമിലേക്ക് വന്നിട്ടില്ല. അത് വളരെ കൂടുതലുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കി? അതായത് നായർ സമുദായത്തെക്കാൾ ജനസംഖ്യ കുറഞ്ഞ ക്രിസ്ത്യൻ സമുദായത്തെ എങ്ങനെ ഉണ്ടാക്കി? വിലപേശി വാങ്ങിച്ചു. വിലപേശി വാങ്ങിക്കുമ്പോൾ പണവും ഉണ്ട്. പണത്തിന്റെ അല്ല, ഈ പണം ഉണ്ടാക്കുന്ന ഈ കഴിവുകൊണ്ടാണ് ഇവരിതെല്ലാം നടത്തിയിട്ടാണ്. വിലപേശി വാങ്ങിച്ചത് വ്യവസായമാക്കി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടാണ്. ഇതിലേക്ക് NSSന് പോകാൻ പറ്റില്ല ഇതുവരെ. അവർ 30-ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ വഴക്കിട്ട്
കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതിന് അദ്ദേഹം BJP യിലേക്ക് എടുത്തു ചാടി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ, കാരണം സുകുമാരൻ നായരാണ്, അദ്ദേഹം രമേശ് ചെന്നിത്തല വിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.